വെൽക്കം. സോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് അതിനകത്ത് ഓൾറെഡി നമ്മൾ പഠിച്ചത് ഫസ്റ്റ് വൺ വാസ് എന്തായിരുന്നു? ക്യാഷ് പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് ഗിവൺ. പിന്നെയോ ക്യാഷ് പ്രൈസും തരും, ഇൻസ്റ്റാൾമെൻറ്റും തരും, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ടും തരും. ബട്ട് ഏത് തരില്ല? നമ്മൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തരില്ല. പിന്നെയോ വെറും എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് മാത്രം തരും. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇത് നമ്മുടെ ലാസ്റ്റ് പാർട്ടാണ്. ഈ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിലെ ലാസ്റ്റ് സെഷനാണ്. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറയാം അതിനെന്താ പ്രത്യേകത. ഓക്കെ ഓക്കെ, കാണുന്നുണ്ടല്ലോ ക്വസ്റ്റ്യൻ. ലെറ്റ്സ് റീഡ്. മധുര എൻ്റർപ്രൈസ് പർച്ചേസ്ഡ് എ മെഷീൻ ഓൺ ഹയർ പർച്ചേസ് ബേസിസ്. അല്ലേ, മധുര ഹയർ പർച്ചേസ് ബേസിൽ പർച്ചേസ് ചെയ്തു. ഹയർ പർച്ചേസർ ക്യാഷ് പ്രൈസ് ഇസ് ഗിവൺ 45,500. ഹയർ പർച്ചേസ് പ്രൈസ് ഇസ് ഗിവൺ 50,000. പേയ്മെൻറ്റ്സ് വാസ് ടു ബി മെയ്ഡ് ഇൻ 2 years. 2 year കൊണ്ടാണ് പൈസ കൊടുത്ത് തീർക്കുന്നത്. ആൻഡ് ഡീറ്റെയിൽസ് ആർ ദയർ. നോക്കിയാട്ടെ. 10,000 at the time of delivery. What is that? Down payment. Okay. 15,000 after 5 months. After 5 months. Okay. 15,000 after 11 months. Pinyo 6,000 after 19 months. 4,000 after 24 months. Okay. Machine was purchased on 1st July 2012. Machine വാങ്ങിച്ച ഡേറ്റും നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഉണ്ട് ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ് ഇസ് കൗണ്ടഡ് ഫ്രം ദിസ് ഡേറ്റ്. കാൽക്കുലേറ്റ് ദി ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇവിടെ എന്താ പ്രത്യേകത എന്നറിയുമോ? ഇവിടെയും കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. when amount of installment and period of installment are unequal. അല്ല, ഈക്വൽ ആണോ? അല്ല. ഒന്ന് 15,000 5 മാസം കഴിഞ്ഞിട്ട്, പിന്നെ 15,000 11 മാസം കഴിഞ്ഞിട്ട്, പിന്നെ 6,000 19 മാസം കഴിഞ്ഞ്. സി ഇറ്റ്സ് അൺഈക്വൽ, റൈറ്റ്? ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം? ഓക്കെ, ഇതങ്ങനെ ചോദിച്ച് കാണാറില്ല, അതുകൊണ്ട് പഠിക്കാം. ബട്ട് അതങ്ങനെ ചോദിക്കാറില്ല. ഓക്കെ, സോ സിലബസിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഞാനതുകൊണ്ട് എടുക്കും. നോക്കിക്കോ. സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. ക്വസ്റ്റ്യൻ നിങ്ങളെ കയ്യിൽ കോപ്പി ചെയ്യണം. ഓക്കെ, ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. സി, വെരി സിമ്പിൾ. സ്റ്റെപ്പ് ഫസ്റ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഇൻട്രസ്റ്റ് ആണ്. എന്താ ഫസ്റ്റ് സ്റ്റെപ്പ്? എന്താ സ്റ്റെപ്പ് 1? കാൽക്കുലേറ്റ് ടോട്ടൽ ഇൻട്രസ്റ്റ്. ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളെ ഞാൻ മുന്നേ ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അത്? ഹയർ പർച്ചേസ് മൈനസ് ക്യാഷ് പ്രൈസ്. അല്ലേ? മുന്നേത്തെ വീഡിയോ കണ്ടവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഹയർ പർച്ചേസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. എത്രയാ? 50,000. ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയേ. ആണ്. ക്യാഷ് പ്രൈസ് എത്രയാണ്? എത്രയാണോ? 45,500, റൈറ്റ്? 45,500. Then how much total interest? How much? 4,500. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾക്കൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാൻ പോകുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് ഏതാ? എമൗണ്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ആൻഡ് പീരീഡ്. അല്ലേ? അൺഈക്വൽ ആയ സമയത്ത് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണ്ടേ? അതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ. ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ 15,000 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്, അതിലെത്ര ഇൻട്രസ്റ്റ്? സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് 15,000, അതിലെത്ര ഇൻട്രസ്റ്റ്? 6,000 എത്ര ഇൻട്രസ്റ്റ്? 4,000 എത്ര ഇൻട്രസ്റ്റ്? അതെല്ലാം കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാടോ?
ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ പ്രകാരം ഇപ്പം നമ്മളിപ്പോൾ ടോട്ടൽ കിട്ടിയല്ലോ, ഇനി ഇതിന് എന്ത് മതി? ഇപ്പോൾ ടോട്ടൽ ഇവിടെ എത്ര ഇൻസ്റ്റാൾമെൻറ്റ്സ് ഉള്ള 4 ഇൻസ്റ്റാൾമെൻറ്റ് അല്ലേ? നമ്മളിതിനെ അപ്പോർഷൻ ചെയ്യാൻ നമുക്ക് 4 ബേസ് മതി അല്ലേ? നമ്മളോട് ഇനി ഓരോ ഇൻസ്റ്റാൾമെൻറ്റിനുള്ളയും ഇൻട്രസ്റ്റ് എത്ര, ടോട്ടൽ ഇൻട്രസ്റ്റ് ഇത്ര. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിന് എത്ര, സെക്കൻഡിൽ എത്ര കൊടുക്കണം, തേർഡിൽ എത്ര കൊടുക്കണം, ഫോർത്തിൽ എത്ര കൊടുക്കണം, അതിന് നമുക്കൊരു റേഷ്യോ വേണം. ആ റേഷ്യോ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് മെത്തേഡ്? പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് നമ്മൾ എന്താ ചെയ്യാന്നറിയോ? നമ്മൾ ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും സ്റ്റെപ്പ് 2 ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയും ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കും. ഓരോ ഇയർ ഓരോ ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ പേയ്മെൻറ്റ് നടന്നതിന് ശേഷമുള്ള ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിച്ച് അതിനെ നമ്മൾ പീരീഡ് കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സംശയമുണ്ടോ എന്താ ഇത് അത് നമ്മളിപ്പോൾ ക്ലിയർ ആക്കുമല്ലോ. അപ്പോൾ സ്റ്റെപ്പ് 2 ഇതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് നോക്കിക്കോളെ. സ്റ്റെപ്പ് 2. ഓക്കെ, സി, ഞാൻ ആദ്യം നമ്മൾ ഇതുപോലൊരു സംഭവം റേഷ്യോ കണ്ടുപിടിക്കാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആദ്യം ഇവിടെ ഹയർ പർച്ചേസ് എഴുതി അതിൽ നിന്ന് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യുക. നിങ്ങൾ പലരുടെയും മനസ്സിൽ ആ ഒരു കണക്ക് വന്നിട്ടുണ്ടാവും. അതേതാ പ്രോബ്ലം എന്ന് എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, എനിവേ ലെറ്റ്സ് സീ. ഹയർ പർച്ചേസ് എഴുതുക. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കാനാണ് ഞാൻ പറയുന്നത്. ഹയർ പർച്ചേസ് എഴുതുക, അതിൽ ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യുക 10,000. ഓക്കെ, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 40,000 കിട്ടുമല്ലോ. ഇതാണ് ഫസ്റ്റിലെ ബാലൻസ് ഡ്യൂ. ഇതാണ് ഫസ്റ്റിലെ ബാലൻസ് ഡ്യൂ ഇല്ലേ? ആണ്. ഇനി അടുത്തത് നോക്കിക്കോളെ. ലെസ് അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ഇതിൽ നിന്ന് കൊടുക്കും അല്ലേ? ലെസ് എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ്. ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എത്ര മാസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്? 5 months. ഇറ്റ് ഈസ് 15,000. അപ്പോൾ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് എത്രയാണ്? 25,000. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. ഇനി ഞാൻ ലെസ് ചെയ്യും, ബിക്കോസ് ഇനി ഇൻസ്റ്റാൾമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്തെഴുതും? എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ്. ക്വസ്റ്റ്യൻ നോക്ക്, എത്ര മാസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത്? 6 months. അപ്പോൾ ഞാനും അതും ഇതേപോലെ ഇവിടെ എഴുതി അറ്റ് ദി എൻഡ് ഓഫ് 6 months. അഗെയിൻ അത് 15,000 ആയതാണ്. സോറി, ഓക്കെ, ഇവിടെ 11 months ആണ്. അയ്യോ ടീച്ചറെ തെറ്റിപ്പോയി. ഇവിടെ 11 months ആണ് തന്നത്. 11 months അല്ലേ തന്നത്? ഓക്കെ, 11 months തന്നത്. ഓക്കെ, സോ ഞാൻ 15,000 എഴുതി. ഐ ഗോട്ട് 10,000. ബാലൻസ് ഡ്യൂ, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 10,000. Again I am going to less amount paid at the end of month. ക്വസ്റ്റ്യൻ നോക്ക്, എത്ര മന്താ? 19 months. എത്ര എമൗണ്ട്? വെയിറ്റാ, നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ. ഞാൻ പറയുന്ന പോലെ ഉണ്ട്. ഇതിവിടെ 10,000 ആണ്. 6,000 ലെസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ഓക്കെ. സി, അറ്റ് ദി എൻഡ് ഓഫ് 19 months എന്നാണ് തന്നത് 6,000. ഓക്കെ, വിൽ റൈറ്റ് 4,000. അഗെയിൻ ദിസ് ഈസ് ദ ബാലൻസ് ഡ്യൂ. ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞോ നോക്കിയാട്ടെ ക്വസ്റ്റ്യൻ എടുത്തിട്ട്. ഇല്ല, ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഇതേപോലെ കണ്ടിന്യൂ ചെയ്യാണ്. എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 24 ഡാഷ് മന്ത്. ഞാൻ ബ്രാക്കറ്റിൽ 24 എന്ന് എഴുതി. ആൻഡ് എമൗണ്ട് എത്രയാണ്? ഇൻസ്റ്റാൾമെൻറ്റ്. ഓക്കെ, ഇനി ബാലൻസ് ഡ്യൂ എത്രയായി? നിൽ. നില്ലിനൊരല്ലേ ഉള്ളൂ കേട്ടോ. ബാലൻസ് ഡ്യൂ നിൽ. കിട്ടിയല്ലോ. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിച്ച കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആദ്യം ഹയർ പർച്ചേസ് എഴുതി, ഡൗൺ പേയ്മെൻറ്റ് കുറച്ചു, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചു, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചു, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചു, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് കുറച്ചു. ഇനി ബാലൻസ് ഒന്നും കൊടുക്കാൻ ബാക്കിയില്ല. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിച്ചോ.
ദിസ് ഈസ് അവർ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കിട്ടി. ഇനി പീരീഡ് അറിയണം. പീരീഡ് അറിയാൻ ഇത് രണ്ടും ഇൻറ്റു ചെയ്യാൻ വേണ്ട. അപ്പോൾ ഇവിടെ ഏതാ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്? ഒരു ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇത് അല്ലേ, ബാലൻസ്ഡ്. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാ? ദിസ് വൺ 10,000 അല്ല സോറി, ഇവിടെ എഴുതാൻ മറന്നുപോയി. ബാലൻസ് ഡ്യൂ. ഓക്കെ, അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാ? അപ്പോൾ ഇത് ഇൻറ്റു പീരീഡ്. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാ? 10,000. അതും ഇൻറ്റു പീരീഡ് ചെയ്യണം. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാ? 4,000 അല്ലേ, ഇൻറ്റു പീരീഡ് ചെയ്യണം. അടുത്ത ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഏതാ? നില്ലിന് നമുക്കൊന്നും ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇനി പീരീഡിനെ കൊണ്ട് ഇൻറ്റു ചെയ്യണം. വി ഗോട്ട് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് കണ്ടുപിടിക്കണം? പീരീഡ് കണ്ടുപിടിക്കണം. ഓക്കെ, പീരീഡ് കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നിങ്ങൾ എടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് machine was purchased on 1st July 2012 and the date of payment of each installment is counted from this date. ഏത് ഡേറ്റ് മുതലാണോ ഇത് കൗണ്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഐ ആം റൈറ്റിംഗ് ഹിയർ. 1 ജൂലൈ 2012 മുതലാണ് ഈ കൗണ്ട് ചെയ്തിട്ട് പറയുന്നത്. 5 മാസമായി, പിന്നെ 11 മാസമായി, പിന്നെ 19 മാസമായി, 24 മാസമായി എന്നൊക്കെ ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്? ജൂലൈന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ ജൂലൈ മുതൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ആയിരിക്കും. എനിവേ അതൊന്നും നിങ്ങൾ ബോധേഡ് ആവണ്ട. എനിവേ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഞാനിവിടെ പീരീഡ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഫസ്റ്റേത്തത് ജൂലൈന്ന് 5 മാസം എത്രയാ? 5 തന്നെ. 5. സോ നമ്മൾ ഇതിൻ്റെത് ഓൾറെഡി കണ്ടുപിടിച്ചു. ഇറ്റ് ഇസ് 2 lakh അല്ലേ, 2 lakh. ഫസ്റ്റ് ജൂലൈന്ന് 5 മാസം. ഓക്കെ, പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ ഇത് ജൂലൈന്ന് 5 month റൈറ്റ്. സോ 5 എഴുതി. ഇനി അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് നിങ്ങൾ എടുത്താട്ടെ, നോക്കിയാട്ടെ. 11 monthsആണ് പറയുന്നത്. ജൂലൈന്ന് 11 months റൈറ്റ്, ജൂലൈന്ന് 11 months. ബട്ട് നമ്മളിവിടെ ഓൾറെഡി 5 month ചെയ്തു. ഓക്കെ, ഇത് ജൂലൈന്നാണ് കൗണ്ട് ചെയ്തിട്ടുള്ളത്. ജൂലൈന്ന് 5 month ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ്. അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് ജൂലൈന്ന് 11 month. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 19 month. നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ജൂലൈ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 24. ഓക്കെ, സോ ഫസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇറ്റ്സ് 5. ബട്ട് അടുത്തത് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഈ 5 കവർ ചെയ്തു. ഇനി എത്രയുടെ ബാക്കി? 11 minus 5, 6 അല്ലേ ബാക്കിയുള്ളൂ. 5 ഓൾറെഡി ഓക്കെ. ഇത് ഇവിടുന്ന് തന്നെയാണ് പിന്നെയും നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ബട്ട് നമുക്കിനി ഇവിടുന്നല്ലേ കൗണ്ട് ചെയ്യണ്ടു. സോ ഹിയർ ഇവിടെ വരും 11 minus 5 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. 5, 11, 19, 24. ഓക്കെ, സോ ഫസ്റ്റത്തെ പീരീഡ് നിങ്ങൾ 5 എന്ന് തന്നെ എഴുതാം. അടുത്ത പീരീഡ് 11 minus 5, 6. അടുത്ത പീരീഡ് 19 minus 11, 8. അടുത്ത പീരീഡ് 24 minus 9. Again I think it is 5. Repeating. See here, ഇവിടെ നോക്കോ. പീരീഡ് കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. ആദ്യം ഇൻസ്റ്റാൾമെൻറ്റ് ഇങ്ങനെ വഴിയിൽ എഴുതുക. 24. ഫസ്റ്റ് ചെയ്തത് ഇവിടെ എഴുതുക പീരീഡ്. രണ്ടാമത്തത് 11 minus 5, 6. 19 minus 11, that is 8. 24 minus 19, that is 5. See, ഇതാണ് നമ്മുടെ പീരീഡ്. ഓക്കെ, അപ്പോൾ ഞാനതിവിടെ എഴുതുവാണ്. 5, 6, 8, again 5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക? അത് രണ്ടും ഇൻറ്റു ചെയ്തു. Here it will come 1,50,000. Here it will come 80,000. And here it will come 20,000. ക്ലിയർ ആണല്ലോ മക്കളെ? ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിച്ചു. ഇവിടെ എഴുതുന്ന ശ്രദ്ധിക്കുക. ഇനി ഹയർ പർച്ചേസ് ലെസ് DP
ബാലൻസ് ഡ്യൂ. ഓക്കെ ആണ്. നെക്സ്റ്റ് എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 5th month. 5 month കഴിഞ്ഞിട്ട് 15,000 കൊടുത്തു, ബാലൻസ് ഡ്യൂ. ഓക്കെ, അടുത്ത് എഴുതേണ്ടത് എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 6 month എന്ന് എഴുതണം. 6 month, ഈ 6 month. ഓക്കെ, അപ്പോൾ ഇവിടെ 11 മൈനസ് 5 എന്ന് കാണിക്കാം. 6 month. അടുത്തത് എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 8 month. അടുത്തതോ എമൗണ്ട് പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 5th month. ഓക്കെ, ഇങ്ങനെ വേണം ഇവിടെ എഴുതാൻ. ഇവിടെ ഇങ്ങനെ 11 അല്ലെങ്കിൽ 19, 24 എന്നൊക്കെ എഴുതുമ്പം ഇത് 1st July മുതലുള്ള കണക്കാണ് എഴുതുന്നത്. നമ്മൾ ഓൾറെഡി 5 ചെയ്തു, ഇനി ബാക്കി എത്ര? 11 ആണെന്ന് പറയുമ്പോൾ ഇനി എത്ര? ഇവിടെ 6. അങ്ങനെ വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് ഇൻറ്റു പീരീഡ്. ഫസ്റ്റ് നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കുക. പീരീഡ് വെരി സിമ്പിൾ. പീരീഡ് ഇങ്ങനെ എഴുതാം, ഫസ്റ്റത്തെ അങ്ങനെ എഴുതുക, പിന്നെ ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് പോയാൽ മതി. അത് തന്നെ കിട്ടുക. ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 1, 2, 3, 4 എമൗണ്ട്സ് ആർ ദർ. ഇനി ഇതിൻ്റെ റേഷ്യോ കാണും. ഇതിൻ്റെ റേഷ്യോ വെരി സിമ്പിൾ അല്ലേ? 2 lakh is to 1,50,000 is to 80,000 is to 20,000. ഇതിന് ഏറ്റവും ചെറുതാക്കി കൊണ്ടുവന്നാൽ 20, 15, 8, 2 വരും. അപ്പം 20 is to 15 is to 8 is to 2. ഏതാ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്? ഈ സാധനം അല്ലേ, ഇതെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 4,500 എന്ത് ചെയ്താൽ മതി? റേഷ്യോ കണക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. നോക്കോ, ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് അല്ലേ? ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ എത്ര ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്? എത്രയാടാ? 4,500ൻ്റെ 20 ഡിവൈഡഡ് ബൈ 20 + 15 + 8 + 2 ഇതെല്ലാം ആഡ് ചെയ്താൽ നമുക്ക് 45 കിട്ടും. ദാറ്റ് ഈസ് 2,000. Now saying interest included in second installment, 4,500 into 15 divided by 45, that is 1,500. Then third installment will include the interest, 4,500 into 8 by 45, 800. And the last installment, in the fourth installment, 4,500 into 2 by 45, that is 200. അങ്ങനെ ഇതെല്ലാം ടോട്ടൽ ചെയ്ത് നമുക്ക് 4,500 കിട്ടും. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് when amount of installment and period of installment are unequal. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യണം. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസും പീരീഡ്സും കണ്ടുപിടിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് കണ്ടുപിടിക്കാൻ ആദ്യം ഹയർ പർച്ചേസ് DP മൈനസ് ചെയ്യുന്നു, അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് മൈനസ് ചെയ്യുന്നു, ബാലൻസ് ഡ്യൂ, ഫസ്റ്റ് ബാലൻസ് ഡ്യൂ ഇത്, സെക്കൻഡ് ബാലൻസ് ഡ്യൂ ഇത്, ദെൻ പിന്നെയും 15,000, അങ്ങനെ എല്ലാം മൈനസ് ചെയ്ത് അവിടെ വെക്കുന്നു. ദെൻ നെക്സ്റ്റ് പീരീഡ് കണ്ടുപിടിക്കണം. പീരീഡ് ഓരോന്ന് മൈനസ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ഡ്യൂ ആയിട്ട് കാണണം. ഡൗൺ പേയ്മെൻറ്റ് മൈനസ് ചെയ്യുന്നു, ബാലൻസ് ഡ്യൂ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബാലൻസ് ഡ്യൂ, നെക്സ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ദിസ് ഇസ് ദ ബാലൻസ് ഡ്യൂ, പിന്നെ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ, ലാസ്റ്റ് നമുക്ക് നില്ല് കിട്ടും. നൗ യു വാണ്ട് പീരീഡ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് യു ഗോട്ട്. നൗ പീരീഡിന് നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ഒക്കെ ഇങ്ങനെ എഴുതുക. ആദ്യത്തേത് അതേപടി എഴുതുക, മൈനസ് മൈനസ് മൈനസ്, അതൊക്കെ ഇൻറ്റു ചെയ്താൽ വിസിബിൾ എല്ലാം തോന്നുന്നല്ലേ. ഓക്കെ, ഇൻറ്റു ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 എമൗണ്ട്സ് അതിൻ്റെ റേഷ്യോ എടുക്കുന്നു, ടോട്ടൽ ഇൻട്രസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ലാസ്റ്റ് തിങ്. 4 മെത്തേഡും ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. 4 മെത്തേഡും ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് മെത്തേഡ് ഒഴിച്ച് ബാക്കി എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്.